ഹലോ ഗൈസ്, ഇന്ന് ഞാൻ എന്താ പറയുക ചെടികളൊക്കെ വെച്ചത് കാണിക്കാൻ പറഞ്ഞിട്ടാണ്. പിന്നെ വളമില്ലേ, വളം മേടിച്ചിട്ട് ഇതിൽ മണ്ണും മിക്സാക്കിയിട്ട് കുറേ ദൂരെ പോകണം. 150 രൂപയ്ക്ക് വളം മേടിച്ചു. ഇതിൽ മണ്ണും മിക്സാക്കിയിട്ട് കുറേ ബക്കറ്റുകളൊക്കെ ആക്കി ഓരോ ബക്കറ്റ് കാണിച്ചു തരാം. അങ്ങനെ വെച്ചതാണ്. ഇത് ചാമ്പങ്ങ പറയും. കണ്ടോ, ഒരു ബെഡ് തയ്യായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന്. അവളുടെ വീട്ടിൽ പോയപ്പോൾ അവൾ കുറേ ചാമ്പങ്ങ തന്നു. ചാമ്പങ്ങയിൽ വിത്തേ ഇല്ല, ഒരു വിത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ 2 മാസം വിരുന്ന് പോയപ്പോൾ വീട്ടിലേക്ക് സ്കൂൾ കൂട്ടിയപ്പോൾ വിരുന്ന് പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊരു കറ്റാർ വാഴ ചെടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുളച്ചിരിക്കുന്നു, യാ റബ്ബേ. അപ്പോൾ ഞാനത് ഇവിടെ കുഴിച്ചിട്ടതാണ്. കണ്ടോ ഗൈസ്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നല്ല 3 എണ്ണം ഉണ്ടായിരുന്നു, ഒപ്പം കുഴിച്ചിട്ടുണ്ട്. ഒരെണ്ണമെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. ഇതെല്ലാം തനിയെ വന്ന വെണ്ടയ്ക്കയാണ്. ഇവിടെ വെണ്ടയ്ക്ക ചെടി ഉണ്ടായിരുന്നു, തനിയെ വന്നതാട്ടോ അതൊക്കെ. ഇത് മൈലാഞ്ചി കൊമ്പ് ഇന്നലെ ഞാൻ വലിച്ചിട്ട് വന്നായിരുന്നു നഖത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെയും കുഴിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല കളറുള്ള മൈലാഞ്ചി. അപ്പോൾ അതിനൊന്ന് കുഴിച്ചിട്ടു. പിന്നെ തനിയെ വന്നാണ് കൊയ്യാക്ക. മുളക് തൈ വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക അവിടെ നിന്ന് എടുത്തിട്ട് വെച്ചതാട്ടോ. അതാ കണ്ടോ, ഓരോന്നിനും ഞാനത് ഇതിൽ ഇഞ്ചി വെച്ചിരിക്കുന്നത് കണ്ടോ, മുളയ്ക്കണേനുള്ളൂ. ഇതാ വെണ്ടയ്ക്ക. അങ്ങനെ പഴയ പെയിൻറ്റ് ബക്കറ്റ് മേടിച്ചിട്ട് ആ ക്രീമില്ലേ അതിന് പോയി മേടിച്ചതാട്ടോ. കണ്ടോ, അങ്ങനെ എല്ലാ ചെടിയും വെച്ചതാണ്. ഇതിപ്പോൾ 3 പെയിൻറ്റ് ബക്കറ്റുണ്ട്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി, പെയിൻറ്റ് ഉണ്ടെങ്കിൽ ആവില്ല. കണ്ടോ, അപ്പോൾ അതിനെ ശരിയാക്കിയതാണ്. ഇല്ല, മൈലാഞ്ചി കൊമ്പ് ഒന്നും കൂടി വെച്ചിട്ടുണ്ട്. റോസ വെച്ചത് പിടിച്ചിട്ടുണ്ട്. കണ്ടോ, പുതിയ നാമ്പുണ്ട്. ഇങ്ങനെ പുതിയ പുതിയ തളിരൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അതുപോലെ എന്താ പറയുക, കറിവേപ്പില വന്നിട്ടുണ്ട്. 2 കൊല്ലമായി വെച്ചിട്ട്. ഇതറിയാലോ, അസർമുല്ല പറയും, ചിലവിടെ 4 മണിപ്പൂ പറയും ഇതിന്. പിന്നെ നാരങ്ങ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. കണ്ടോ, ചെറുനാരങ്ങ കുറേ ഉണ്ട് കേട്ടോ. അതിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഫോണിൽ, പക്ഷെ കാണുന്നില്ല. വെള്ളമൊക്കെ അല്ലേ. കണ്ടോ, അവിടെ എല്ലാം ഉണ്ട്. നാരങ്ങ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. കണ്ടോ, ചെറുനാരങ്ങ. ആ കാട്ടിൽ നിന്ന് തൈ കിട്ടിയതാണ്. കണ്ടോ, കാട് അവിടെ നിന്ന് കിട്ടിയതാണ്. അതിനെ കൊണ്ട് വെച്ചതാണ്. അതിലുണ്ടായി. അപ്പോൾ എനിക്കൊരുപാട് ഹാപ്പിയായി, സന്തോഷം. അത് നിങ്ങൾക്കും അറിയിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. കുറേ നാരങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ മുളകൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതാ കണ്ടോ, മുളക് ബക്കറ്റിലാക്കിയിട്ടുണ്ട്. ഇതാ കറ്റാർ വാഴ കുഞ്ഞു കുഞ്ഞു ബക്കറ്റിൽ ഫുള്ളും മണ്ണങ്ങട് കൂട്ടി ബെഡ് തൈ 2 മാങ്ങ ഉണ്ടായിട്ടുണ്ട്. 2 മാങ്ങ നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു മാങ്ങ. പിന്നെ ഇതൊക്കെ കണ്ടോ, മുളക് എല്ലാത്തിലും ഈ മണ്ണ് ഞാൻ പറഞ്ഞത് ഇത് ആടലോടകം. മുളക് കണ്ടോ, നല്ല അടിപൊളി ഒരു ചെടിയിൽ വെച്ചിരുന്നു. നല്ല വളം ഇട്ടതല്ലേ, അതുകൊണ്ട് ഇതാ വെണ്ടയ്ക്ക ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവിടെയും മുളകൊക്കെ വെച്ചിട്ടുണ്ടായില്ല. പിന്നെ ഇതറിയില്ലേ, ചീരാങ്കണ്ണി പറയും, നിങ്ങളവിടെ എന്ത് പറയുമെന്ന് അറിയില്ല. കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ തുളസി, കണക്കുറുക്കിയുണ്ട്, തുളസിയുണ്ട്. പിന്നെ ഇവിടെ തുളസിയും കാട്ടിത്തന്നു, ആടലോടകവും കാട്ടിത്തന്നു. ഇതാണ് ആടലോടകം. ഇത് ചെറിയ കുഞ്ഞാടലോടകം. ചുമയൊക്കെ വരുമ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അതാണ് ഇത്, ചെറിയ ആടലോടകം. വലുതും ഉണ്ട്, ഇത് ചെറുതാണ് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ ഇത് സിമെൻറ്റാണ്. കണ്ടോ, സിമെൻറ്റിൽ തന്നെ എന്തോ മണ്ണ് പോയിട്ട് അവിടെ നിന്ന് വന്നതാണ്. കണ്ടോ, ഫുൾ സിമെൻറ്റ് ഇട്ടതാണ്. നമുക്ക് വേണമെങ്കിൽ ചക്ക വേരിലേക്ക് ആക്കി പറയില്ല, അതേപോലെ തുളസിയില, നല്ല തുളസിയാണ്. കണ്ടോ, മരുന്നിൻ്റെ ഉള്ള തുളസിയാണ്. അങ്ങനെ വന്നിട്ടുണ്ട്. മുളകും അതേപോലെ മുളക് തൈയൊക്കെ വരുന്നുണ്ട്. വെണ്ടയ്ക്ക, ഓമക്കായൊക്കെ പറിച്ച് അവിടെ കൊണ്ട് നടാൻ വിചാരിക്കേണ്ടതാണ്. ഇതിൽ തുളസിയിലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് വെച്ചിട്ടുണ്ട്. ഇതിലൊരു സംഭവം പറയുകയാണെങ്കിൽ വേര് കണ്ടോ, ഈ ചെടിയിൽ വേരുകൾ എങ്ങനെ വന്നിരിക്കണോ, പുറത്താണ് നിൽക്കണത് എല്ലാ വേരുകളും. പിന്നെ ഇത് അറിയാലോ, ഈ ഒരു മരം, ബദാം മരം, അതിൻ്റെ വിത്ത് വീണിട്ട് എല്ലാവിടെയും മുളയ്ക്കുന്നുണ്ട്. കണ്ടോ, അത് മുളയ്ക്കണം. ഒരുവിധം ആയിക്കോട്ടെ, വേണം മുറ്റം ദിവസം അടിക്കുമ്പോൾ ആർക്കെങ്കിലും വലിച്ചു കൊടുക്കാമല്ലോ പറഞ്ഞിട്ട് ഇതാ കണ്ടോ, അതിന് ഓരോ ബദാമാണ്, ഒക്കെ മുളച്ചതാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ വലിച്ച് കളഞ്ഞില്ല കേട്ടോ. പിന്നെ ഇതാ കറ്റാർ വാഴ, ഞാൻ പറഞ്ഞില്ല അപ്പോഴേ ഒരു ചെടിനെ പറ്റി, എന്താ അതിൻ്റെ പേര് പറഞ്ഞത്, ആ ചെടി ഇതിലാണ് ഞാൻ വെച്ചിട്ട് പോയത്. ഇതാ കറ്റാർ വാഴ. ഇത് മാത്രമല്ല കേട്ടോ കറ്റാർ വാഴ. ഇതാ കറ്റാർ വാഴ കണ്ടോ, ഇത് ചീരാങ്കണ്ണി അപ്പോഴേ കാണിച്ചത്. ഇതിൻ്റെ പേരാണ് മുറികൂട്ടി. കുട്ടികൾ വീണ് കഴിഞ്ഞാൽ ഇല പിഴിഞ്ഞ് നല്ല ചുവപ്പ് കളറാണ്, അത് ഒഴിച്ച് കഴിഞ്ഞാൽ മാറും. ഇവിടെ അങ്ങനെ മരുന്നിൻ്റെ ആയിട്ട് ഇതൊന്നുണ്ട്. പിന്നെ ആടലോടകമുണ്ട്.
കണക്കുറുക്കിയുണ്ട്, പിന്നെ മുറികൂട്ടി ചെടിയുണ്ട്. പിന്നെ ഈ വഴി ഇങ്ങനെ അതിൽ ഞാൻ മുളക് തൈയൊക്കെ വെച്ചിട്ടുണ്ട്. ഉള്ളവിടെ ആയിക്കോട്ടെ പറഞ്ഞിട്ട് കണ്ടോ, മുളക്, തക്കാളി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെതാ ഇത് കുമ്പളങ്ങ, ഇത് ചൊരയ്ക്ക കണ്ടോ, ഇതിൽ പടർന്ന് ഷീറ്റിൻ്റെ മേലെ ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഉള്ള സ്ഥലത്ത് ചെയ്തതാണ്. അങ്ങനെ എല്ലാ ചെടി കാണിച്ചു തന്നു. ഹൈ ഗൈസ്, ഊഞ്ഞാൽ കണ്ടോ, അടിപൊളിയല്ല. എൻ്റെ ഇക്ക കെട്ടിയതാ. ഇക്ക ചങ്ങലയൊക്കെ മേടിച്ച് വെൽഡ് ചെയ്തിട്ട് നമ്മളുള്ള സ്വർഗം ഓക്കെ അതുപോലെ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് വിചാരിക്കുന്നു. അങ്ങനെ അടുത്ത വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ബായ്. പിന്നെ ഒരു കാര്യം കൂടി മറന്നു, ഓഫാക്കുമ്പോഴാണ് ഓർമ്മ വന്നത്, കാണിച്ചു തരാവേ. ഇക്ക ഉണ്ടാക്കിയതാണ് ഇത് കണ്ടോ, ഒരു എന്താ പറയുക ഒരു ഇതടിച്ചിട്ട് ഇരുമ്പിൻ്റെ ഇതിൽ തകരം വെച്ചിട്ട് വരുമ്പോൾ ആരെങ്കിലും പുറത്തുനിന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഇരിക്കാമല്ലോ. ഞാൻ അവിടെ സജീന്താത്ത് പറഞ്ഞു ഇതിലൊരു കുപ്പി വെക്കുക, അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കില്ല 4 ഭാഗത്തും, അത് വെക്കണം. ഇത് കണ്ടോ. അപ്പോൾ മോൻ അതിൽ പെയിൻ്റ് അടിച്ചതാണ് ഇതിലും, പിന്നെ അതിൽ കണ്ട പെയിൻറ്റ് പകുതി അടിച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് കഴിഞ്ഞു. ഇതിലടിച്ചു, പിന്നെ ഊഞ്ഞാലിൽ തുരുമ്പ് വരുന്ന അവിടെയൊക്കെ അടിച്ചിട്ടുണ്ട് കണ്ടോ. അങ്ങനെ ആഷ് കളർ കിട്ടിയപ്പോൾ ഇപ്രാവശ്യം അടിച്ചതാണ്, ഇതൊക്കെ അടിച്ചതാണ് പെയിൻറ്റ് കണ്ടോ. മോൻ അടിച്ചത്. ആ വീഡിയോ എടുത്തു അപ്ലോഡൊക്കെ വിചാരിക്കുമ്പോഴേക്കും അത് മറന്നു. പിന്നെ അങ്ങനെ ഗൈസ്, ഞാൻ അടുത്ത വീഡിയോസായി വരുന്നതായിരിക്കും. ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ വെറൈറ്റി റോസാണ് കിട്ടിയപ്പോൾ അങ്ങനെ വെച്ചതാണ് കണ്ടോ. ഉള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബായ്. അടുത്ത വീഡിയോസായിട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഞാൻ മോണിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ലൈക്കൊന്നും പോരാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്നു. മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ. ഈ വീഡിയോസ് കാണുന്നവരെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. ഓക്കെ ബായ്. അടുത്ത വീഡിയോസായിട്ട് വരുന്നതായിരിക്കും.